ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാനം ഡിവിഷനിൽ 12,27,00,000 രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചതായും 77 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു. ഭരണങ്ങാനം, കരൂർ, കടനാട്, മീനച്ചിൽ എന്നീ 4 പഞ്ചായത്തുകളിലായി 53 വാർഡുകളാണ് ഭരണങ്ങാനം ഡിവിഷനിൽ ഉൾപ്പെടുന്നത്. കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യമേഖല, തെരുവുവിളക്കുകൾ, റോഡുകളുടെ നവീകരണം, അംഗൻവാടികളുടെ നിർമ്മാണം, പുനരുദ്ധാരണം, ലൈഫ് ഭവന പദ്ധതി, പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളിലാണ് പ്രധാനമായും പദ്ധതികൾ നടപ്പാക്കിയത്. 121 മിനിമാസ് ലൈറ്റുകൾക്കായി 1,51,00,000 രൂപയും പുതിയ കിണർ, മോട്ടോർ, ഓവർഹെഡ് ടാങ്കുകൾ, പൈപ്പ് ലൈനുകൾ, ക്ലോറിനേറ്റർ, ഫിൽട്ടറിംഗ് യൂണിറ്റ് എന്നിവയ്ക്കായി 1,47,00,000 രൂപയും നൽകി. വിവിധ സ്കൂളുകളിൽ സാനിറ്റേഷൻ കോംപ്ലക്സുകൾ നിർമ്മിച്ചു. വിവിധയിടങ്ങളിൽ റോഡുകൾ, ക്രാഷ് ബാരിയറുകൾ, കലുങ്കുകൾ, അംഗൻവാടി കെട്ടിടങ്ങൾ, അംഗൻവാടികളുടെ നവീകരണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായും തുക അനുവദിച്ചിരുന്നു. ബെഡ് സ്കൂളിന് കെട്ടിടം, ആശുപത്രി കെട്ടിടങ്ങളുടെ നിർമ്മാണം, ഫിറ്റ്നസ് സെന്ററുകൾ, ഓപ്പൺ ജിം, ഇൻഡോർ ഷട്ടിൽ കോർട്ട്, മിനി ഓപ്പൺ സ്റ്റേഡിയം എന്നിവയ്ക്കായി 2,20,00,000 രൂപ ചെലവഴിച്ചു. എങ്കിലും ഈ 53 വാർഡുകളിലും എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അത് ഒരുപക്ഷെ മിനിമാസ് ലൈറ്റുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതികളായിരിക്കാം, അല്ലെങ്കിൽ റോഡുകളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഏതെങ്കിലും ഒരു പദ്ധതി. നമുക്ക് ലഭിച്ച ഫണ്ടുകൾ 93% പദ്ധതികളും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി 7% അതിപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ലഭിച്ച ഫണ്ടുകൾ 4 പഞ്ചായത്തുകളിലും ഏതാണ്ട് തുല്യമായ രീതിയിൽ, ഭരണങ്ങാനം പഞ്ചായത്തിലും, കടനാട് ഗ്രാമപഞ്ചായത്തിലും, കരൂര് ഗ്രാമപഞ്ചായത്തിലും, മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് തുല്യമായിട്ട് എല്ലാ മേഖലയിലും കാണുന്നതിനും ആ രീതിയിൽ തന്നെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് അനുവദിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 12,27,00,000 രൂപ ഈ കഴിഞ്ഞ കാലയളവില് 4 അല്ലെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. 77 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നാടിന്റെ നാനാവിധത്തിലുള്ള വികസനത്തിനായി ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതായി രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു.